മറന്നു പോകരുത്. ഒരു 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന വീടുകളാണോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്? ആണോ ആണോ എന്താ പറയത്തെ? ഒരു 50 കൊല്ലം മുമ്പ്, ഒരു 70 കൊല്ലം മുമ്പുള്ള വീടുകളുടെ അവസ്ഥയാണോ ഇന്ന്? അല്ല അല്ല 70 കൊല്ലം മുമ്പ്. 70 കൊല്ലം ഒന്നും വേണ്ട, എനിക്ക് 49 വയസ്സായിട്ടുള്ളൂ. എന്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം ദാറുദിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് പല സ്ഥലത്തും, കേരളത്തിന്റെ പല സ്ഥലത്തും അതിനു മുമ്പ് അവിടൊക്കെ ഞാൻ തന്നെ ഓലമേഞ്ഞ വീടുകളിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ തറവാട്ടിലേക്ക് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക്, വലിയുമ്മയുടെ വീട്ടിലേക്ക്, വലിയുപ്പയുടെ വീട്ടിലേക്ക് ചെറിയ അമ്മാവനായിരുന്നു ആ വീട്ടിൽ പിന്നെ താമസമാക്കിയത്. ഓലമേഞ്ഞ വീടായിരുന്നു. വീട് കെട്ട് കല്യാണം എന്നാ നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ അങ്ങനെ താമസിച്ചിരുന്ന വീടുകളുടെ സ്ഥാനത്ത് നമുക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുറന്നു തന്നു. വിദേശ രാജ്യങ്ങളിൽ എണ്ണപ്പാടങ്ങൾ ഉണ്ടായി. നമ്മൾ അങ്ങനെ GCC രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. പണം നമ്മുടെ വീടുകളിലേക്ക് ഒഴിവ് വരാൻ തുടങ്ങി. ഒഴുകി വന്നപ്പോ വീടുകളൊക്കെ പൊളിച്ചിട്ട് നമ്മൾ മാറ്റി. കൊട്ടാര സമാനമായ വീടുകൾ നമ്മൾ നിർമ്മിച്ചു. ഇറമദാത്തിൽ വലിയ വലിയ വീടുകളുടെ ഉടമസ്ഥനായിരുന്ന ഇറമകാർ ശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് നമ്മളോട് എന്തിനു പറഞ്ഞതാ? ഖുർആൻ അന്ധകാരത്തെ കാര്യം പറഞ്ഞതല്ല. ഖുർആൻ നമ്മളോടാ സംസാരിക്കുന്നത്. ഖുർആൻ ഓരോ ജനതയോടും സംസാരിക്കുകയാ. ഇറമദാത്തിൽ വലിയ വലിയ വീടുകളുടെ ഉടമസ്ഥരായിരുന്നു അവർ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്നാ ഖുർആൻ പറയുന്നത്? അങ്ങോട്ട് പോകാം നമുക്ക്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണെന്നറിയാമോ? ഇറമദാത്തിൽ ഇമാദ് എന്നതിന് രണ്ടാമത്തെ വ്യാഖ്യാനം പണ്ഡിതന്മാർ കൊടുത്തത് അവർ വലിയ ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പിതൃവനായ അബ്ബാസ് തങ്ങളുടെ മകനാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കൊണ്ട് വിശ്രുതനായ സ്വഹാബിയാണ്. വിശ്രുതനായ പണ്ഡിതനായ സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പറയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാത്തുൽ ഇമാദിന്റെ അർത്ഥം പറഞ്ഞത് ഈ സമൂദ് ഗോദി ആദ് സമുദായവും ഇറമകാരുമൊക്കെ വലിയ വലിയ ഭീമാകാരങ്ങളായ ശരീരത്തിന്റെ ഉടമസ്ഥനായിരുന്നു. അവിടെ വിശദീകരിച്ചത് കാണാം. അവരിൽ ഏറ്റവും പൊക്കം കുറവുള്ള ആരുടെ പൊക്കം 60 മുഴമായിരുന്നു. ഏറ്റവും പൊക്കം കുറവുള്ള മനുഷ്യന് 60 മുഴം. 60 മുഴം. എത്ര മുഴ? അവർക്ക് അത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള ഈ പണിയൊക്കെ ആയിട്ട് ഓട്ടത്തിനെടുക്കാതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. 4 മുഴൊന്നുമില്ല, 3.5 മുഴം. 3.5 ഉണ്ടോന്ന് അറിയില്ല, അവർ പറഞ്ഞതാവും ചിലപ്പോ. ആയിക്കോട്ടെ, 3.5 മുഴം എന്ന് വെച്ചാൽ ഒരു 10ഓ 18ഓ അല്ലെങ്കിൽ ഒരു 15ഓ ഇർഷാദ് ഉസ്താദുമാരങ്ങനെ മേലക്ക് വെച്ചാൽ ഒരു 15 ഇർഷാദ് ഉസ്താദുമാരെങ്ങനെ മേലക്ക് വെച്ചാൽ എത്ര പൊക്കണ്ടാവും? അവരിലെ ഏറ്റവും ചെറിയ മനുഷ്യന്റെ പൊക്കം എത്രയായിരുന്നു? ഖുർആനിത് അന്ധകാലത്തെ ചരിത്രം പറയില്ല. മനുഷ്യനോട് ചിന്തിക്കാൻ, ചരിത്ര വസ്തുതകൾ വെച്ച് പഠിക്കാൻ പറയാം. അള്ളാന്റെ ഹബീബ് പറയാണ് അവരിൽ ഏറ്റവും പൊക്കം കൂടുതൽ ഉള്ള ആരുടെ പൊക്കം 100 മുഴമായിരുന്നു. 100 മുഴം പൊക്കമുള്ള മനുഷ്യൻ എന്ന വലിയൊരു തെങ്ങിന്റെ അത്രയ്ക്ക് വലിപ്പമുള്ള മനുഷ്യര്. അതേപോലെ അവരുടെ ശരീരത്തിന്റെ ആകാരം, വടിവ്, അങ്ങനെ ആരോഗ്യ ദൃഢഗാത്രരായിരുന്നവർ. ഒരൊറ്റ പാറയൊക്കെ, വലിയ പാറക്കല്ലുകളൊക്കെ ഒറ്റക്കങ്ങെടുത്തു പൊക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ജനതയായിരുന്നു. അല്ല എന്നിട്ട് പറയാ അല്ലതീലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അത്ര ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ജനതയെ അതിന് മുമ്പും അതിന് ശേഷവും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്. താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന് വീടുകൾ നിർമ്മിച്ചിരുന്ന സമൂദ് ഗോത്രക്കാർക്കും എന്ത് സംഭവിച്ചു എന്ന് നമ്മളോട് പഠിക്കാൻ. ഈ ഈജിപ്തിന്റെ അധിപൻ ഞാനാണ്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ
ഈ നൈൽ നദിയൊക്കെ എന്റെ ഇഷ്ടപ്രകാരവും എന്റെ കൽപ്പന പ്രകാരവുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വീമ്പിളക്കിയ ശ്രദ്ധിക്കണേ. തന്നെ ഫറോവ പറഞ്ഞ വാദു തന്നെ, ഇവിടെ വേറൊരാളൊന്നുമില്ല, ഈ പ്രപഞ്ചത്തിന് വേറെ അധിപനൊന്നുമില്ല എന്ന് ഫറോവയുടെ അതേ വാദം ഈ തലമുറയിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരികൾക്ക് പ്രിയമുള്ളവരെ ചിന്തിക്കണേ. ഡിഗ്രി കഴിഞ്ഞ് പൊന്നുമോൾ സ്ഥാപനം വിട്ട് വരുമ്പോ അവരുടെ കയ്യിൽ ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുമായി മോള് വീട്ടിലേക്ക് കയറി വരുമ്പോഴേ മോളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു തരി പോലുമില്ലാതെ മുഴുവനായി നഷ്ടപ്പെട്ടു പോകുന്ന കാലം, ഈ പ്രപഞ്ചത്തിന് അധിപനായ ഒരാളുടെ ആവശ്യമില്ലെന്ന് ചെറുപ്പക്കാർ വിളിച്ചു പറയുന്ന കാലം, ഞാൻ തോന്നിയതുപോലെ ജീവിക്കും, ആരെന്നെ ചോദ്യം ചെയ്യാൻ എന്ന് ചോദിക്കുന്ന കാലം, സ്വതന്ത്രമായി ഞാൻ ജീവിക്കും, എന്റെ സ്വാതന്ത്ര്യത്തിൽ ആർക്ക് ഇടപെടാൻ അവകാശമുണ്ടെന്ന് ചോദിക്കുന്ന കാലം, ഇത് തന്നെയായിരുന്നില്ലേ ഫറോവയുടെ നിലപാട്? ഇവനെന്ത് ചെയ്തു എന്നറിയോ? അല്ലദീന തഗവൂ ഫിൽ ബിലാദ്, ഇവരൊക്കെ ചെയ്തതെന്താ? ഇവർ അതിക്രമങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തത്. അല്ലദീന തഗവൂ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ്, ഭൂമിയിൽ അവർ നാശങ്ങൾക്ക് നേതൃത്വം കൊടുക്കൂ, നാശങ്ങൾ വിരിച്ചവർ. അല്ലദീന തഗവൂ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അപ്പോൾ അല്ലാഹു തആല അവർക്ക് മേലെ ശിക്ഷകൾ കൊണ്ടുവന്ന് ചൊരിഞ്ഞു എന്ന് ഖുർആൻ. ശിക്ഷിച്ചു എന്നല്ല പറഞ്ഞു, സബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷ കൊണ്ടുവന്ന് ചൊരിഞ്ഞു. എന്താണ് അതിന്റെ കാരണം പറഞ്ഞത്? തുകയാൻ, അവരുടെ ധിക്കാരം. ധിക്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിനെ നിഷേധിക്കുക, രണ്ട് ഞാൻ തോന്നിയതുപോലെയൊക്കെ ഞാൻ ചെയ്യും. ആര് ചോദ്യം ചെയ്യാൻ? ആർക്കും മിണ്ടാൻ അവകാശമില്ല, എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഇങ്ങനെ പറയുന്നൊരു നിലപാടായിരുന്നു അവരുടേത്. അതേ നിലപാടാണോ ഇന്നത്തെ കാലം? നമ്മൾ ഭയപ്പെടണം. അങ്ങനെ വന്നാൽ എന്റെ ഉമ്മത്തിനെ ഭയങ്കരമായ നാശങ്ങൾ പിടിപെടാൻ പോകുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ നബിയുനാ മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ, ഞാൻ ഇന്നത്തെ തലമുറയോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ നിലപാടും ഈ രീതിയിലുള്ള ജീവിത ചുറ്റുപാടുകളിലേക്കും നമ്മൾ വഴുതി വീണാൽ ഭയാനകമായ അപകടം നമ്മളെ പിടികൂടാൻ പോവാണ് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ റസൂലുള്ളാഹി പറഞ്ഞത് കേൾക്കണേ. അതിന്റെ ചില ടെസ്റ്റ് ഡോസുകളാണ് അല്ലാഹു തആല ചില സമയങ്ങളിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അധികം താമസിയാതെ മലബാറിനെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന ദുരന്തം വരാനിരിക്കുകയാണെന്ന ഹദീസ് പഠിക്കുമ്പോ നമ്മുടെ ഇടയിൽ നമ്മൾ വളർന്നു വരുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്, അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യല്ലാതെ എന്തു ചെയ്യാൻ? കാരണം പണ്ഡിതന്മാർക്ക് സംസാരിക്കാനും കഴിയില്ല. നാവനക്കിയാൽ ട്രോളലായി. ഒരു പണ്ഡിതൻ ഒരു വഅദ് പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ, പിന്നെ അതിനെ ലോകവ്യാപകമായി ട്രോളുകയായി, പരിഹസിക്കുകയായി, പണ്ഡിതന്മാരുടെ വായ അടപ്പിക്കുകയായി, സത്യം തുറന്നു വരാൻ കഴിയാത്ത കാലമായി. ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് പണ്ഡിതന്മാർ വായ അടക്കേണ്ടി വരുന്നൊരു ഹദീസ് പണ്ട് ഞാൻ പഠിച്ചപ്പോ എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായിട്ടില്ല അന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ ഗൾഫ് രാജ്യത്തൊക്കെ ഇങ്ങനെ പോയപ്പോ എന്നോട് ഇസ്ലാമിക് സെന്ററിന്റെ ആവശ്യമായിട്ട് ഒരിക്കൽ UAE പോയപ്പോ എന്നോട് ഉസ്താദേ, നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അന്ന് ഇറാഖും അമേരിക്ക തമ്മിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയം, എന്നോട് ഞങ്ങൾ പള്ളിയിൽ സംസാരിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയട്ടോ എന്ന് പറയും. ഞാൻ ചോദിച്ചാൽ അമേരിക്ക എന്ന് പറഞ്ഞു. എന്നോട് ഏത് CD ഉണ്ടാവും, നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ അന്നിങ്ങനെ വിചാരിച്ചെന്ന് പഠിച്ചോനെ, ഇതാണ് ഈ പണ്ഡിതന്മാർ വായ അടക്കാന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോഴല്ലേ അത് തിരിഞ്ഞു വരുന്നേ.